ഏറ്റവും ആശങ്കപ്പെടുന്ന കാര്യം പ്രവാസികളുടെ കാര്യമാണ്. നമുക്ക് മലയാളികൾ, ഇന്ത്യക്കാർ എത്ര പേർ അവിടെ ജോലി ചെയ്യുന്നുണ്ട്? ഈ പശ്ചിമേഷ്യയിലെ മാത്രം കണക്കെടുത്താൽ 80 ലക്ഷത്തിലധികം ഇന്ത്യക്കാരാണ് ഇറാനിലും ഇസ്രായേലിലും ഗൾഫ് രാജ്യങ്ങളിലുമായി ജോലി ചെയ്യുന്നതും പഠിക്കുന്നതും വർഷങ്ങളായി അവിടെ താമസിച്ച് പഠിച്ച് ജോലി ചെയ്യുന്ന മനുഷ്യരുണ്ട്. അപ്പോൾ അവരൊക്കെ അതുകൊണ്ട് ഈ യുദ്ധം മറ്റേതോ നാട്ടിൽ നടക്കുന്ന ഒരു യുദ്ധമല്ല. നമ്മളെ സംബന്ധിച്ച് നമ്മുടെ വീട്ടിൽ നടക്കുന്ന ഒരു യുദ്ധത്തിന് സമാനമാണ്. നമുക്ക് പ്രിയപ്പെട്ട എത്രയോ മനുഷ്യർ, ലക്ഷക്കണക്കിന് മനുഷ്യർ ഗൾഫ് രാജ്യങ്ങളിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ച് ഈ യുദ്ധം എത്രയും പെട്ടെന്ന് അവസാനിക്കേണ്ടത് ആ ഒരു പ്രതീക്ഷയിലാണ് ഉള്ളത്. പക്ഷെ അതിന് ഇടപെടാൻ ആർക്ക് കഴിയും എന്ന ചോദ്യം കൂടിയുണ്ട്. ലോകരാജ്യങ്ങൾക്ക് എത്രത്തോളം ഈ വിഷയത്തിൽ ഇടപെടാൻ കഴിയുമെന്ന ചോദ്യമുണ്ട്. ഈ കഴിഞ്ഞ വർഷത്തെ ആക്രമണത്തിൽ നിന്ന് ഇറാൻ കുറേ പാഠം പഠിക്കുക എന്ന് പറയുമ്പോൾ റഷ്യയുടെ ഭാഗത്ത് നിന്ന് അവർക്ക് കൃത്യമായ സാങ്കേതിക ആയുധ സഹായം ലഭിച്ചു എന്ന് ഇറാന്റെ പ്രത്യാക്രമണം നമുക്ക് നൽകുന്നുണ്ട്. അതായത് 2000 കിലോമീറ്ററിലധികം ദൂരപരിധിയുള്ള മിസൈലുകൾ, അതോടൊപ്പം തന്നെ കുറ്റമറ്റ ഡ്രോൺ സംവിധാനങ്ങൾ, ഇതെല്ലാം ഇറാൻ ഉറപ്പാക്കുന്നുണ്ട്. അപ്പോൾ ആ രീതിയിൽ റഷ്യയുടെ ഭാഗത്ത് നിന്ന് സാമ്പത്തിക സഹായം ഇറാന് ലഭിച്ചിട്ടുണ്ട്. ചൈനയുടെ ഭാഗത്ത് നിന്ന് കൃത്യമായ അപലപിക്കൽ ഉണ്ടായിട്ടുണ്ട്. കൃത്യമായ ഒരു രാഷ്ട്രീയ പ്രതികരണം ചൈനയുടെ ഭാഗത്ത് നിന്ന് വരുന്നുണ്ട്. കാരണം ഇറാനുമായി ചൈനയ്ക്ക് ആ രീതിയിലുള്ള വ്യാപാരമുണ്ട്. കോടിക്കണക്കിന് രൂപയുടെ വ്യാപാരമാണ് ഇറാൻ ചൈനയും തമ്മിൽ നടക്കുന്നത്. അപ്പോൾ അത് ചൈനയെ ബാധിക്കുന്ന വിഷയമാണ്. ഇങ്ങനെ ഒരു സംഘർഷം ഉണ്ടായാൽ, ഇങ്ങനെ ഒരു യുദ്ധമുണ്ടായാൽ അവിടെ ഒരു ഭരണമാറ്റം വരുന്നത് ചൈന ഒരിക്കലും ആഗ്രഹിക്കുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ ആ രീതിയിൽ ഒരു വലിയ അച്ചുതണ്ടുകൾ മാറുകയാണ്. അതോടൊപ്പം ഇറാനെ സംബന്ധിച്ച് ഇനി ഇറാനിൽ എന്ത് എന്നുള്ള ചോദ്യം കൂടിയുണ്ട്. 1979 വരെ അവിടെ രാജഭരണമായിരുന്നു. ഷാ ഭരണകൂടമാണ് ഭരിച്ചിരുന്നത്. അവിടെ ഇസ്ലാമിക് വിപ്ലവത്തിലൂടെയാണ് ഭരണമാറ്റം ഉണ്ടായത്, അട്ടിമറി ഉണ്ടായത്. അവിടെ ഇസ്ലാം മതഭരണം, ഷിയ ഭരണം വന്നത് 1979 അതിന് ചുക്കാൻ പിടിച്ച, അതിന് അമരക്കാരനായിരുന്ന, അതിന് നേതൃത്വം നൽകിയ വ്യക്തിയാണ് ആയത്തുള്ള അലി ഖൊമൈനി, അവരുടെ പരമോന്നത നേതാവ്. 40 വർഷമായി ആ രാജ്യത്തിന്റെ പരമോന്നത നേതാവായിരുന്നു. ആ പരമോന്നത നേതാവാണ് കൊല്ലപ്പെട്ടത്. അപ്പോൾ അതിന് പകരക്കാരനായി ഇതിനു മുൻപ് പലതവണ ഖൊമൈനിയെ വധിക്കാനുള്ള പല ശ്രമങ്ങളും ഉണ്ടായിരുന്നു. പക്ഷേ അന്നൊക്കെ ഇറാന് ഇസ്രായേലിന്റെ, അമേരിക്കയുടെ ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ കഴിഞ്ഞിരുന്നു. പക്ഷേ ഇത്തവണ അതിനായില്ല. ആയത്തുള്ള അലി ഖമേനി കൊല്ലപ്പെട്ടു. അപ്പോൾ പകരക്കാരൻ ആര് എന്നുള്ള ചോദ്യം അവിടെ അവശേഷിക്കുന്നുണ്ട്. പകരക്കാരൻ എന്ന് പറയുമ്പോൾ ഇനിയൊരു ഇസ്ലാമിക് ഭരണം ഇറാനിൽ തുടരുമോ, അതല്ലെങ്കിൽ അവിടെ ഒരു ജനാധിപത്യം വരുമോ, അല്ലെങ്കിൽ വീണ്ടും രാജഭരണകാലത്തേക്ക് പോകുമോ? അപ്പോൾ റസ അവിടെ ഇതിനു മുൻപ് ഷാ ഭരണകൂടത്തിലെ ഇപ്പോഴത്തെ തലമുറക്കാരനായ റസ പഹൽവ ഷായുടെ പ്രതികരണമൊക്കെ വരുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ റസയെ അവരോധിക്കുക അത് അമേരിക്കയെ സംബന്ധിച്ച് അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല. ഇറാഖിൽ ചെയ്തതുപോലെയൊന്നും ഇറാനിൽ പോയി ചെയ്യാൻ അമേരിക്കയ്ക്ക് കഴിയില്ല. അങ്ങനെ ഒരു കടും കൈയിലേക്ക് കൂടി ഡൊണാൾഡ് ട്രംപ് പോകുമെന്ന് തോന്നുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഈ ഭരണമാറ്റം എങ്ങനെ നടപ്പിലാക്കും അമേരിക്കയും ഇസ്രായേലും എന്നുള്ളത് കൂടി കണ്ടറിയേണ്ടതുണ്ട്.